തീർത്ഥക്കുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഗുരുവായൂർ ദേവസ്വമാണ് പോലീസിൽ പരാതി നൽകിയത്. വിലക്ക് മറികടന്ന ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്താണ് പരാതിയിലെ വിശദാംശങ്ങൾ? കഴിഞ്ഞ 3 ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ നനയ്ക്ക് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. മത വൈരാഗ്യം അടക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ്. കലാപാഹനപ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. കേസ് എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണെന്നും നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നത് അടക്കം തുടർ നടപടികളായി സ്വീകരിക്കുമെന്നുമാണ് ടെമ്പിൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. 3 ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫറിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇത്തരത്തിൽ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെത്തി ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിയായ മറ്റൊരു യുവതിക്കെതിരെയും ദേവസ്വം പരാതി നൽകുകയും ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായ സംഭവമാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. ശരി, ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന് അല്ല പിന്നെ. അപ്പം നമ്മുടെ ഇളയ താത്ത ജാസ്മിൻ ജാഫറിൻ്റെ മാപ്പ് വന്നിട്ടുണ്ട്. സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത വീഡിയോ അവൾ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ വിചാരിച്ച് ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഇതാണ് നമ്മുടെ ഇളയ താത്തയുടെ മാപ്പ്. അപ്പം മൂത്ത താത്തയുടെ മാപ്പ് നമ്മൾ ഒരു 2-3 ദിവസം മുമ്പ് ന്യൂസ് 18-ലൂടെ കേട്ടല്ലോ. അല്പം മൂത്ത് പോയ താത്ത ആയതുകൊണ്ട് എല്ലാ ജനങ്ങളോടും മാപ്പ് ചോദിക്കുന്നു. കാരണം അമ്പലത്തിൽ പോയി കേക്ക് മുറിച്ചത് തെറ്റാണെന്ന് ഇപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായത്. അത്ര ഇവളുമാർക്കൊന്നും വേണ്ടത്ര വിവരവും ഇല്ലെന്നേ. വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുക. അപ്പം മൂത്ത താത്തയുടെ മാപ്പും കോപ്പൊക്കെ വന്നത് കുറച്ച് ദിവസം മുമ്പായിരുന്നു. കാരണം ന്യൂസ് 18-ൽ വന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു. എന്തിന്? ഞണ്ണി തിന്നാൻ ഫോട്ടോ വാങ്ങിക്കണം. വീണ്ടും ഹിന്ദു ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാപ്പേ ഹിന്ദു ജനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഞണ്ണിത്തീറ്റ കഴിഞ്ഞു മക്കളെ. ഇവർക്കൊക്കെ കാലും കൈയും മുഖവും കഴുകാനായിട്ട് ഈ ഗുരുവായൂരിലേക്ക് വരുന്ന എന്തിനാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗുരുവായൂർ അമ്പലം മാത്രമേ ഇവർക്കൊക്കെ മുന്നിൽ തെളിയുന്നുള്ളൂ. സത്യത്തിൽ ഈ അഹിന്ദുക്കളായ മുസ്ലിം സ്ത്രീകളെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അതാണ് മനസ്സിലാകാത്തത്. ഇവർക്ക് വോളു എടുക്കുമ്പോൾ കാലും കൈയും ശുചിയാക്കാനുള്ള ഒരു കുളമാണ് അല്ലെങ്കിൽ ഒരു കിണറാണ് ഈ ഒരു തീർത്ഥക്കുളം, ഗുരുവായൂരമ്പലത്തിലെ തീർത്ഥക്കുളം എന്നാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ഇത്തരത്തിലുള്ള ചില മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ ഒരു കൂത്തുകളും കാര്യങ്ങളും കാണുമ്പോൾ ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ കടിയാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണ് എന്ന് വരെ ചോദിക്കേണ്ട ഒരു ഗതികേടിലാണ്. ഇവർക്ക് കയ്യും കാലും മുഖമൊക്കെ കഴുകാനായിട്ട് ഈ ഗുരുവായൂരമ്പലത്തിലെ ഈ തീർത്ഥക്കുളം മാത്രം കണ്ടുള്ള എല്ലാവരും ഈ ഗുരുവായൂർക്കാണല്ലോ വരുന്നത്. നിങ്ങൾക്കൊക്കെ എന്താണ് എന്നാണ് മനസ്സിലാവാത്തത്. എന്തിനാണ് നിങ്ങളൊക്കെ ഗുരുവായൂർ അമ്പലം ലക്ഷ്യം വെച്ച് വരുന്നത്? ഇതിനു മുമ്പൊരു താത്ത ഗുരുവായൂർ അമ്പലനടയിൽ വന്ന് കിടന്ന് കാണിച്ചിട്ടുള്ള വേലകളും കൂത്തുകളും ഒക്കെ നമുക്കറിയാലോ. നല്ലോണം നമ്മളത് അനുഭവിച്ചതാണ്. 1-2 ദിവസമല്ല. ഇത് പിന്നെ ഒരു ദിവസം ഒന്ന് കാല് കഴിയുന്ന വയ്ക്കുക. ഇനിയും വരും ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ. മറ്റേ താത്ത വന്ന് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അമ്പലത്തിൽ കിടന്ന് നേരങ്ങി അവിടെ എത്തുന്ന ഭക്തരെ ആക്ഷേപിച്ചും അവഹേളിച്ചും കൊണ്ട് അവിടെ സീനുകൾ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഗുരുവായൂരമ്പലം ബേസ് ചെയ്തുകൊണ്ട് കലാപത്തിന് വരെ ആഹ്വാനം കൊടുത്തിട്ടുള്ള ഒരു താത്തയാണ് നമ്മുടെ മറ്റേ മുന്നത്തെ മൂത്ത താത്ത.
അതല്പം മൂത്തുപോയ താത്തയാണ്, ഇതല്പം ഇളയ താത്തയാണ്. അപ്പൊ ഇളയ താത്തയ്ക്ക് കുറച്ച് വിവരമില്ലാഞ്ഞിട്ടാണോ ഇനി അഥവാ കോടതി വിധി അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, താത്ത അവിടെ പോയിട്ട് റീൽസും ഷൂട്ടിങ്ങും ഒക്കെ നടത്തി കൈയും കാലും ഒക്കെ നല്ല അസലായിട്ട് കഴുകി. എൻ്റെ പൊന്നാര താത്തമാരെ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പരിസരത്തോട്ട് വരാതിരിക്കുക. നിങ്ങൾക്ക് അവിടെ കയറാനുള്ള അവകാശം ഇല്ല, അതാദ്യം അങ്ങ് മനസ്സിലാക്കുക. പിന്നെ എല്ലാം കഴിയുമ്പോൾ ഇവളുമാര് വന്ന് പറയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മാപ്പാക്കണം കോപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ അപേക്ഷിക്കും. അപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ചെറുപ്പം തുടങ്ങി ഈ മതപഠനവും മദ്രസ പഠനവും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്? കുറച്ചെങ്കിലും മദ്രസയിൽ പഠിക്കാത്ത ഒരാൾ പോലും ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അകത്ത് നിന്നിട്ട് അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന തികഞ്ഞ മതവിശ്വാസികളാണ് മുസ്ലിമുകൾ. അതിനൊരു തർക്കവും ഇല്ല. ആ മതത്തിൽ തുടരണം അല്ലെങ്കിൽ ആ മതം വേണം എന്നുള്ളവർക്ക് അത് അനുശാസിക്കുന്ന നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് മുസ്ലിമുകൾ ജീവിക്കുന്നത്. അതിനും ഒരു തർക്കവും ഇല്ല. ഈ എല്ലിന്റെ ഇടയിൽ വറ്റുകുത്തുന്ന ചില താത്തമാരുണ്ട്, അവർക്ക് സത്യം പറഞ്ഞ എന്തിന്റെ കടിയാണോ എന്ന് എനിക്കറിയില്ല. ഇവർക്കൊക്കെ ഇവരുടെ മതവും ചട്ടക്കൂടുകളും പറ്റാഞ്ഞിട്ടാണല്ലോ ഇപ്പുറത്തേക്ക് നോക്കിയിരുന്നിട്ട് വെള്ളം ഇറക്കുന്നത്. ഇപ്പോഴും മൂത്ത താത്ത ചെയ്യുന്നത് എന്താണ്? അതായത് ആദ്യം ഗുരുവായൂർ കലാപാഹ്വാനത്തിന് ചുക്കാൻ പിടിച്ച താത്ത അപ്പുറത്തേക്കും പോവില്ല ഇപ്പുറത്തേക്കും പോവില്ല, ഏകദേശം നടുക്ക് എന്ന് പറയാനായിട്ട് ആ ഒരു ഇസ്ലാം മതത്തിന്റെ വക്കത്ത് നിന്നുകൊണ്ടാണ് അവര് ഇത്തരം കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്നത്. അവർക്ക് ഹിന്ദുക്കൾക്കിടെ പൈസ വേണം. അതായത് അവരൊരു ഫോട്ടോ വരയ്ക്കുന്നുണ്ട്, കണ്ണനാണെന്നാണ് പറയുന്നത്, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതൊരു കാർട്ടൂൺ ഫോട്ടോയാണ്. ഇനി എന്ത് തന്നെയായാലും ഈ ഒരു കണ്ണന്റെ ഈ കാർട്ടൂൺ ഫോട്ടോ ആരാ വാങ്ങിക്കുന്നത്? മുസ്ലിമുകൾ വാങ്ങിക്കൂലല്ലോ, ഹിന്ദുക്കൾ തന്നെയല്ലേ വാങ്ങിക്കുള്ളൂ. അത് കണ്ട് കൗതുകം തോന്നുന്ന ഹിന്ദുക്കൾ വാങ്ങിക്കും. അപ്പൊ അതിനൊക്കെ ഒരു അന്യായ വിലയുമാണ്. അപ്പൊ ആ വില കൊടുത്ത് ഈ സാധനം വാങ്ങിക്കുമ്പോൾ ആ ഒരു ഹിന്ദുക്കൾക്കിടെ പൈസ കൊണ്ട് അന്നം കഴിച്ച് ജീവിക്കുന്ന വെറും എച്ചിലുകളാണ് ഇവരൊക്കെ. വിഷയായിട്ട് കൊടുക്കുന്ന ആ പൈസ കൊണ്ട് അന്നം ഭക്ഷിച്ച് സുഭിക്ഷമായിട്ട് കൊഴുത്ത് മിനുങ്ങി ജീവിക്കുന്ന എച്ചിലുകളാണ് ഇവരൊക്കെ. മുസ്ലിങ്ങളെന്ന് ഇവരെ പറയാൻ പറ്റൂല, എച്ചിലുകൾ. കാരണം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ആ വക്കത്തൂല ഈ വക്കത്തൂല്ലാണ്ട് നിൽക്കുന്ന ഈ വക്കുമ്മ ചവിട്ടിയുള്ള ഈ ഒരു അഭ്യാസം ഉണ്ട്. ഇസ്ലാം മതം വിടയില്ല എന്ന ഹിന്ദു മതം സ്വീകരിക്കുകയില്ല. ഇത് തന്നെ കൂത്ത്. അതായത് കയ്യിലിരിക്കുന്നത് പോകാനും പറ്റൂല, എന്നാൽ അവർക്ക് ഉത്തരത്തിലിരിക്കുന്ന സംഭവം എടുക്കുകയും വേണം. അപ്പൊ രണ്ടിന്റെ ഇടയിൽ കിടന്നിട്ട് കളിയാണ് മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം കളിയാണ്. ഈ മതസൗഹാർദ്ദം ഷൂട്ട് ചെയ്തിട്ട് വേണം ഇവർക്ക് എന്തുണ്ടാക്കാൻ? സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പബ്ലിസിറ്റി നേടി റീച്ച് ഉണ്ടാക്കാൻ. അതുവഴിയാണ് അവർ മതസൗഹാർദ്ദം സ്ഥാപിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. ഇവർക്കൊക്കെ മതസൗഹാർദ്ദം കാണിക്കാനായിട്ട് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ വേണം, അവിടേക്ക് ഓടിക്കയറുകയാണ്. എന്നാൽ ഒരു ഹിന്ദു സ്ത്രീകൾ എന്താ ഈ മുസ്ലിം പള്ളികളിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനോ ഒരു റീൽസ് ഷൂട്ട് ചെയ്യാനോ ശ്രമിക്കാത്തത്? ഇവളുമാരൊക്കെ എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോ സത്യം പറഞ്ഞ ഇവളുമാർക്കിടെയൊക്കെ തന്തമാരെയും തള്ളമാരെയാണ് പറയേണ്ടത്. ഒന്നാമത് ഞാൻ പറയാം, ഇവളുമാർക്കൊക്കെ തീറ്റ കൊടുത്ത് വളർത്തിയതിന്റെ കുഴപ്പമാണ് ഗൈസ്. വല്ല പണ്ട് തുടങ്ങി ഇവരുടെ തന്തയും തള്ളയും അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും കൂടി പട്ടിണിക്ക് ഇട്ടിട്ടാണ് ഇതിനെയൊക്കെ ഈ പ്രായം വരെ എത്തിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഒന്നിനും പോകൂല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കുടുംബത്തിലിരുന്നേനെ. ഇതൊക്കെ തിന്ന് 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 കൊഴുത്ത് മിനിങ്ങി നെഗിളിച്ചതിൻ്റെ സൂക്കേട് കൊണ്ട് ഇറങ്ങി ഇങ്ങനെ അമ്പലങ്ങൾ കാണുമ്പോൾ ഓടിക്കേറുന്നതാണ്. എന്നിട്ട് അവർ പറയും അയ്യോ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അതിനു മുമ്പ് മൂത്ത താത്തയുടെ മാപ്പും കോപ്പും ഒക്കെ നമ്മൾ കേട്ടല്ലോ. ന്യൂസ് 18 ചാനലിലൂടെ പരസ്യമായിട്ട് അറിയാതെ സംഭവിച്ചു പോയ കാര്യമാണ്. മാപ്പ് തരണം, നിങ്ങൾ എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ച് കൂടെ നിർത്തണം എന്നാണ് മൂത്ത താത്ത പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്തിരി ഇളയ താത്ത ആയതുകൊണ്ട് ഇതും മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. എന്തിനാടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് ഈ മാപ്പ് അപേക്ഷിക്കാൻ നടക്കുന്നത്? നിനക്കൊന്നും തലയ്ക്ക് വെളിവില്ലേടി? മറ്റൊരു മതത്തിന്റെ ആരാധനാലയങ്ങളാണ് എന്നൊരു ചിന്ത പോലും നിനക്കൊക്കെ ഇല്ലേടി? മറ്റൊരു മതത്തിന്റെ ആരാധനാലയങ്ങളാണ്, അവരവരുടെ ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന ഒരു വിശുദ്ധ ചിന്ത പോലും ഇല്ലാത്ത വെറും വിഷങ്ങളായ നിങ്ങളിങ്ങനെ മറ്റു മതങ്ങളെ തമ്മിൽ തല്ലിക്കാനായിട്ട് ഇറങ്ങി നടക്കല്ലടി. അതാണ് പറയാനുള്ളത്. നിനക്കൊക്കെ ഇനി അഥവാ എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യടി. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ പ്രത്യേക അനൗൺസ്മെന്റ് വരെയുണ്ട്. കാരണം അമ്പലനടയിൽ നിന്ന് ഫോട്ടോഷൂട്ടോ റീൽസോ ചിത്രീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
ദേവസ്വം ബോർഡ് നടപടിയെടുക്കും എന്നുള്ള ഒരു കാര്യം പച്ച മലയാളത്തിലും പച്ച ഇംഗ്ലീഷിലും പച്ച ഹിന്ദിയിലും അവിടെ തമിഴിലോ ഏതൊക്കെയോ ഭാഷയിൽ വിളിച്ചു പറയുന്നുണ്ട്. ഇവളുമാർക്കൊന്നും ചെവിടും കണ്ണും കാതും മൂക്കൊന്നും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ലോകത്തൊന്നും അല്ലേ ഇവളുമാരൊന്നും ജീവിക്കുന്നത്? ഇവളൊക്കെ ഒരു പ്രത്യേക തരം ലോകത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വരുത്തിക്കൂട്ടി വെക്കുന്നത്. ഗുരുവായൂരമ്പലത്തിലെ ഈ ഒരു സംഭവം അറിയാത്ത ഒരു മനുഷ്യക്കുഞ്ഞില്ല. ഗുരുവായൂരമ്പലത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതിനു മുമ്പ് മൂത്ത താത്ത പറഞ്ഞു യേശുദാസിനെ ഗുരുവായൂരിൽ കയറ്റാൻ ആലോചിക്കുന്നുണ്ട്. ആര്? ഗുരുവായൂർ ദേവസ്വം ബോർഡുകാര്, ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റിക്കാരെ ആലോചിക്കുന്നുണ്ടെന്ന്. അതൊരു വീഡിയോയിൽ ഇവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ വിവരം വരെ താത്തയ്ക്ക് ചോർന്ന് കിട്ടി. എങ്ങനെ കിട്ടി? അപ്പൊ താത്ത പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തുവാ? ഗുരുവായൂര് ദേവസ്വം ബോർഡുകാർ യേശുദാസിനെ അമ്പലത്തിൽ കയറ്റാനായിട്ട് ആലോചിക്കുന്ന വിവരം താത്ത വീഡിയോയിൽ പറയണമെങ്കിൽ താത്തയ്ക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടാണ്ട് താത്ത പറയൂലല്ലോ. അപ്പൊ നാളെ താത്തയ്ക്കും അതിൻ്റെ ഉള്ളിൽ കയറാം എന്നൊരു വ്യാമോഹം, ഒരു പ്രത്യാശ കൊണ്ടല്ലേ താത്ത അവിടെ കിടന്ന് ചുറ്റിക്കളിച്ചത്. താത്ത എന്താ വിചാരിച്ചത്? താത്തയുടെ വിചാരങ്ങളൊന്നും നടന്നില്ല. ഇനി ഞാൻ അല്പം വിശിഷ്ട വ്യക്തിയാണ്, ഞാൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതാണ്, പിന്നെ ഞാൻ ബിഗ് ബോസിൽ പോയതാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. ഈ മാതിരി അഭ്യാസം കാണിച്ചിട്ട് തലയിലെ തുണി മാറ്റിയിട്ട് അവിടെ പട്ടുപാവാടിയോ അല്ലെങ്കിൽ പട്ടുസാരിയോ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആളറിയില്ല എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട താത്തമാരെ. സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്, വഴക്ക് കൂടിയിട്ടൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ നിലയ്ക്ക് നിൽക്കുക. ഈ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ കയറി നിങ്ങൾ എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണോ എന്തോ? മക്കളെ തീറ്റ കൂടിപ്പോയതിൻ്റെ കേടല്ലേ? ഇനി ഒരു 5-6 ചിത്രവും കൂടി വാങ്ങിച്ചിട്ട് ഹിന്ദുക്കൾ തന്നെ ഇവളുമാർക്ക് തിന്ന് കൊഴുത്തിട്ട് ഈ കൊഴുപ്പ് അങ്ങോട്ട് മുറ്റി നിൽക്കുമ്പോൾ ഇവർക്ക് ചില വികാരങ്ങൾ ഇങ്ങോട്ട് ഇളക്കും. അപ്പം എന്ത് ചെയ്യും? ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓടിക്കേറും. മാസം പുതിയ തുണിയും തയ്പ്പിച്ച് കണ്ണനെ കാണാൻ പോണെങ്കിൽ ഞാൻ പുതിയ ഉടുപ്പിട്ടേ പോവുള്ളൂ എന്നും പറഞ്ഞ് കട്ടായം പറഞ്ഞു നിന്ന ഒരു മൂത്ത താത്തയുണ്ട് ഇവിടെ. ഹിന്ദുക്കളെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് കണ്ണനെ കാണാൻ. ഗുരുവായൂർ അമ്പലനടയിൽ ചെന്നിട്ട് ഹിന്ദുക്കളെ വെല്ലുവിളിയോട് വെല്ലുവിളിയാണ്. ഇവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇവിടെയൊക്കെ ഓടിച്ചെന്ന് കയറാൻ എന്ത് തോന്നിയാസോ ഞങ്ങൾക്കൊക്കെ നടത്താം എന്നുള്ള ഒരു സംഭവമാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു, ഇവിടെ കിടന്നിട്ട് ഒരുപാട് പറഞ്ഞു. ഇതൊക്കെ ഗുരുവായൂർ അമ്പലക്കാരെ അറിയുന്നുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ ഹൈക്കോടതി വടിയെടുത്തതിന് ശേഷം മാത്രമാണ് ആദ്യമായിട്ടൊരു കേസ് നൽകാനായിട്ട് ദേവസ്വം ബോർഡുകാർ തയ്യാറായത്. അതിനുശേഷം നിരന്തരമായിട്ട് അവിടെ അനൗൺസ്മെന്റ് വരെ ചെയ്യുന്നുണ്ട്, റീൽസ് പാടില്ല, ആരും ആയിക്കോട്ടെ റീൽസ് അമ്പലനടയിൽ പാടില്ല. റീൽസോളികൾക്ക് ഒരു ഹോബി ആയിട്ട് മാറിയതായിരുന്നു. ഇപ്പൊ അതിനൊക്കെയാണ് ഒരു വലിയ ശമനം വന്നിരിക്കുന്നത്. അപ്പൊ അമ്പലനടയിൽ നടപ്പന്തലിൽ റീൽസ് പാടില്ല എന്നതിനോടൊപ്പം അമ്പലനടയുടെ ഉള്ളിലാണ് തീർത്ഥക്കുളം വരുന്നത്, അമ്പലക്കുളം വരുന്നത്. ആ അമ്പലക്കുളത്തിൽ ഇറങ്ങിയിട്ട് ഒരു അഹിന്ദു ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കലികാലം എന്നല്ലാണ്ട് എന്താ പറയുക? നടപ്പന്തലിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചതിനാണ് നമ്മുടെ മൂത്ത താത്തയ്ക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് പോയിട്ടുള്ളത്. ആ അമ്പലക്കുളത്തിൽ അപ്പം ഇറങ്ങാൻ പാടുണ്ടോ? മക്കളെ, അത് വോളും എടുക്കുന്ന സ്ഥലമല്ല. നിങ്ങൾക്ക് ഇനി തെറ്റിപ്പോയതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഗുരുവായൂരമ്പലത്തിലെ തീർത്ഥക്കുളമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക താത്തമാരെ. നിങ്ങളുടെ ഈ കസവ് തട്ടവും പിന്നെ നീളത്തിലുള്ള ഒരു കുപ്പായം ഉണ്ടല്ലോ, ആ പർദ്ദ ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഓടിക്കേറി റീൽസ് എടുക്കാനുള്ള ഒരു സ്ഥലമല്ല ഗുരുവായൂരമ്പലം. ഒരു താത്ത ഞാൻ അല്പം സ്പെഷ്യലാണ് എന്ന് പറഞ്ഞു ഒരുപാട് ഇളക്കി. താത്ത ഹിന്ദുക്കൾക്കിടെ ഇടയിൽ അങ്ങോട്ട് വരാല് കളിച്ച് ഭയങ്കര കളിയായിരുന്നു. ഒടുവിൽ താത്ത കാരണം ഗുരുവായൂരമ്പലത്തിലുണ്ടായ അനിഷ്ടങ്ങള്, പൂവളമരം ഒടിഞ്ഞു വീണു. അനിഷ്ടങ്ങളാണ് കാണിച്ചിരുന്നത്. ഗുരുവായൂരമ്പലനടയിൽ ഒരു സ്ത്രീയായിട്ട് തർക്കം ഉണ്ടാക്കി. താത്തയ്ക്ക് തോന്നുമ്പോ വന്ന് കളിക്കാനുള്ള സ്ഥലമാണ് അമ്പലനട എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഹിന്ദുക്കളുടെ മതാചാരപ്രകാരം അവരുടെ ഈശ്വരനെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തിനെ വന്ന് അവരുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും എല്ലാം പറയാനുള്ള ഒരു പവിത്രമായിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് നിങ്ങളിങ്ങനെ ഈ പർദ്ദയിട്ട് തട്ടോട്ട് ഓടിക്കേറി ഇങ്ങനെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും. എന്തിനാണ് ഇങ്ങനെ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു മതങ്ങളെ ഇങ്ങനെ അവഹേളിക്കുന്നത്?
സ്വന്തം മതത്തിൽ നിന്നിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ താത്തമാരെ എന്നാണ് പറയാനുള്ളത്. സ്വന്തം മതത്തിനെ പുച്ഛിച്ചുകൊണ്ടല്ലേ നിങ്ങളൊക്കെ നടക്കുന്നത്? സ്വന്തം മതത്തിനെ വിലയില്ലാത്തവളന്മാര് അന്യമതത്തിനെ വില വെക്കുവോ? അപ്പോൾ ഈ കൂട്ടർക്കൊക്കെ ഈ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഈ അമ്പലം. അപ്പൊ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമുണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ അമ്പലത്തിലേക്ക് ഇങ്ങനെ തട്ടമിട്ടുകൊണ്ട് ഓടി കയറുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു പോവാൻ നേരത്ത് നിങ്ങൾക്കൊരു കേസ് കൂടി അമ്പലത്തിന്റെ വക ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അത്രേ ഉണ്ടാവുള്ളൂ. അമ്പലത്തിൽ നിന്ന് റീൽസും ഷൂട്ടിങ്ങും ഒക്കെ നടത്തി അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യാം? തിരിച്ച് വീട്ടിലേക്ക് ഒരു കേസ് കൂടി ദേവസ്വം ബോർഡുകാർ തന്നുവിടും. അതും കൂടി പിടിച്ചിട്ട് അപ്പം സന്തോഷമായിട്ട് 2 കൈയും നീട്ടി ഒപ്പിട്ട് സ്വീകരിച്ച് വാങ്ങിച്ച് അപ്പം സന്തോഷമായി